അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചാനലിൽ കൂടി മഹത്തുക്കളായ പ്രവാചകന്മാരുടെ ചരിത്ര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടുള്ളത്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താണ് തെളിവായിട്ട് ആവശ്യപ്പെടേണ്ടത് എന്ന് കൂടിയാലോചന നടത്തുകയും അതിൽ ചില ആളുകൾ നാം പാറകൾ തുറന്നുകൊണ്ട് വീടുകൾ നിർമ്മിക്കുകയും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വലിയ പടുകൂറ്റൻ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണൊട്ടകത്തെ സ്വാലിഹ് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്കവനെ വിശ്വസിക്കാമെന്നവനോട് പറയാമെന്ന് തീരുമാനമെടുക്കുകയും അതനുസരിച്ച് എല്ലാവരും അത് അംഗീകരിച്ചുകൊണ്ട് പ്രവാചകനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട്, നീ ഞങ്ങൾക്കൊരു തെളിവ് കാണിച്ചു തന്നാൽ നിന്നെക്കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞത് വെറുതെയല്ല, ഞങ്ങൾ നിന്നോട് ഒരു തെളിവ് ആവശ്യപ്പെടുകയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തെളിവ് വേണ്ടത് എന്ന് പറയണം, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ സാധിപ്പിക്കുമെന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മറുപടി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വലിയ വലിയ പാറകൾ തുരന്നുകൊണ്ട് വീടുകളും കൊട്ടാരങ്ങളും ഒക്കെ നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാണുന്ന വലിയ പടുകൂറ്റൻ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു പരിപൂർണ ഗർഭിണിയായ പെണ്ണൊട്ടകത്തെ നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്നെ പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുകയും നീ പറയുന്നതെന്തും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന് ഈ ജനത സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കുന്ന ഈ ജനതയുടെ അനുയായികൾ അവർ പറഞ്ഞു, ഇതൊരിക്കലും തന്നെ സ്വാലിഹിന് സാധിക്കില്ല, ഇത് വല്ലാത്തൊരു തെളിവ് ആവശ്യപ്പെടലാണ്, അതുകൊണ്ട് സ്വാലിഹി നമ്മുടെ മുന്നിൽ മുട്ടുമടക്കേണ്ട ഗതികേട് വരും, അതുകൊണ്ട് ഒരിക്കലും തന്നെ സ്വാലിഹിന് സാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ നേതാക്കളോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? ഞാൻ അള്ളാഹുവിനോട് ഈ കാര്യം സമർപ്പിക്കുകയും അവനോട് ആവശ്യപ്പെടുകയും ചെയ്ത് നിങ്ങൾക്ക് ഞാനെങ്ങാനും ഒരു പെണ്ണൊട്ടകത്തെ, പൂർണ്ണ ഗർഭിണിയായ പെണ്ണൊട്ടകത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ പാറയുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾ എന്നെക്കൊണ്ടും എൻ്റെ റബ്ബായ അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുകയും ഞാൻ പറയുന്നതെന്തും അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന് പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ നേതാക്കൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവങ്ങളാണ് സത്യം, നീ എങ്ങാനും ഈ ആവശ്യപ്പെട്ട തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കുകയും നീ പറയുന്നതെന്തും അനുസരിക്കുകയും ചെയ്യുമെന്ന് വാക്ക് തരുന്നു എന്ന് പറഞ്ഞു. അവരുടെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഈ കാര്യം സമർപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു. ഇവർ ഇങ്ങനെ തെളിവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ തെളിവ് നീ ഒന്ന് കാണിച്ചു കൊടുക്കണേ അള്ളാ എന്ന് ദുആ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു വിവരം കിട്ടുകയാണ്. ഈ നാട്ടിലുള്ള മുഴുവൻ അനുയായികളെയും മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒട്ടകത്തെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ വിളിച്ചു പറയണം, എല്ലാ ആളുകളോടും ഒരുമിച്ച് കൂടാനും എല്ലാ ആളുകൾക്കും ഇത് കാണാനുള്ള അവസരമുണ്ടെന്നും പ്രഖ്യാപിക്കണമെന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു നിർദ്ദേശം ലഭിക്കുകയുണ്ടായി. ഉടൻ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓ ജനങ്ങളെ, എത്രയും പെട്ടെന്ന് ഒരുമിച്ച് കൂടുക, നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവ് ഇതാ കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വരുന്ന കാഴ്ച നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടണമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ
ജാഹിലീങ്ങളായ നേതാക്കളും അനുയായികളുമൊക്കെ അവിടെ ഓടിക്കൂടി എല്ലാവരും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിനക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നീ ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുതെന്ന് പറയുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ആ പാറയുടെ ഭാഗത്തേക്ക് തന്നെ നോക്കണം, ഇപ്പോൾ ആ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകം പുറത്തേക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നേതാക്കളും അനുയായികളും നോക്കി നിൽക്കെ അതാ ആ കാണിച്ചു കൊടുത്ത അതേ പാറയിൽ നിന്ന് വലിയൊരു ശബ്ദം വരികയാണ്. ആ ശബ്ദം വന്ന ഉടനെ തന്നെ പാറ രണ്ട് പുളർപ്പായി മാറുകയും ആ പുളർപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നതും ഇവർ കാണുകയാണ്. ഇവരാകെ അന്താളിച്ചു നിന്നുപോയി. എന്തൊരത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോൾ സ്വാലിഹ് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റൂല, കാരണം വാക്കുകൊടുത്തു പോയില്ലേ എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നും എന്ത് മറുപടി പറയണമെന്നും അറിയാതെ അവർ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ്. ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞൊന്ന് തൊട്ടു നോക്കുക, ഇത് ഒറിജിനലാണോ അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയണ്ടേ, ഒന്ന് തൊട്ടു നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം, ഇത് യഥാർത്ഥ ഗർഭിണിയായ പെണ്ണൊട്ടകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒട്ടകത്തിനെ മേയാൻ വിടുകയും അതിന് വെള്ളം കുടിക്കാൻ അനുവദിക്കുകയും അതിനെ സ്വതന്ത്രമായി നടക്കാൻ വിടുകയും ചെയ്യണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ അടുത്തേക്ക് പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല, അതിനെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ അക്രമം കാട്ടിയാൽ അള്ളാഹു നിങ്ങൾക്കെതിരെ ശക്തമായ ശിക്ഷ ഇറക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഒട്ടകത്തിനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു കുട്ടിയും മുന്നോട്ട് വരാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രഖ്യാപനം കേൾക്കാതെ ഇവർ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിച്ചുകൊണ്ട് ഒട്ടകത്തിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടകത്തിനെ കണ്ടതോടുകൂടി ഇവർക്ക് പേടി പിടിക്കുകയാണ്. ഉടനെ തന്നെ അവർ പറഞ്ഞു, നീ പറയുന്ന എന്തും ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾ നിനക്ക് വാക്ക് തന്നതാണ്, അതുകൊണ്ട് നീ എന്ത് പ്രഖ്യാപനം നടത്തിയാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ അവർ അംഗീകരിച്ചു. അങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലായി ആ ഒട്ടകം ഇങ്ങനെ മേഞ്ഞു നടക്കാൻ തുടങ്ങി. യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ആ ഒട്ടകത്തിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സ്വാലിഹിനെ അനുസരിക്കേണ്ടി വന്നല്ലോ, ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒഴിവാവുക എന്ന ചിന്തയാണ് ഇവരുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. അതിനെ ഇങ്ങനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ആ ഒട്ടകം ഒരിടത്ത് കടന്നുറങ്ങുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങളൊക്കെയും മാറി നിൽക്കുകയും അതിൻ്റെ അടുത്തേക്ക് പോലും പോകാതിരിക്കുകയും ചെയ്തു. അതിനെ എല്ലാ ജീവികളും ബഹുമാനിച്ചു. ഇതൊക്കെ കണ്ടവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഇതിന് പരിഹാരം കാണണം, എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. സ്വാലിഹിൻ്റെ വാക്കുകൾ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇനി സ്വാലിഹിനെ അംഗീകരിക്കാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിൽ കടന്നുകൂടുകയാണ്. എന്നിട്ട് ഇവർ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നീയും നിന്റെ ജനങ്ങളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നാശം, അതുകൊണ്ട് നിന്നെയും നിന്റെ ഒട്ടകത്തെയും ഇല്ലാതാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ഞങ്ങൾ നിന്റെ ഒട്ടകത്തെ കൊല്ലാൻ പോവുകയാണ്. നിന്റെ ഒട്ടകത്തിനെ കൊന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല, ഞങ്ങൾ നിന്റെ ഒട്ടകത്തെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രഹസ്യമായി ഒരു ഗൂഢാലോചന നടത്തുകയാണ്. രഹസ്യമായി ഗൂഢാലോചന നടത്തിയിട്ടോ ഇവർ എന്താണ് തീരുമാനിച്ചത്, എന്താണ് ഇവർ ആ ഗൂഢാലോചനയിൽ കൊണ്ടുവന്നത് എന്ന് നമുക്കറിയണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.